സ്വർഗീയ പിതാവേ, ഞങ്ങൾ അല്പസമയം തിരുവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും ആത്മീയ വർധനവിനും അത് കാരണമാക്കി തീർക്കണം. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ളതാകുന്ന വേദഭാഗത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. ഈ ആഴ്ചയിലും തുടർന്ന് നമുക്ക് ആ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പരസ്യമായിട്ട് സമയം നമ്മുടെ മധ്യത്തിൽ സമയം ലാഭിക്കാൻ വേണ്ടി വായിക്കാതിരിക്കുന്നില്ല. ആ വേദഭാഗം ഒന്ന് ഉറക്കെ വായിപ്പാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തെ ഒരുപാട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞാൻ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു വിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം മതിയാവും. നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് വളരെ പ്രാധാന്യമുള്ളതാകുന്ന ഒരു ചിന്തയാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2 ആശയങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ 2 ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഡിവോട്ടഡ് ഓർ ഡിസീവ്ഡ്. യേശു കർത്താവിനോടുള്ളതാകുന്ന ഏകാഗ്രതയിലും പരമാർത്ഥതയിലും നമ്മൾ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നുവോ അതോ നമ്മൾ വഞ്ചിക്കപ്പെട്ടവരായിരിക്കുന്നുവോ? ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുകയുണ്ടായി. യഹൂദ വിവാഹ സമ്പ്രദായത്തെയാണ് ഒരു സാദൃശ്യമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യ ഭർതൃബന്ധത്തെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിൽ ഇസ്രയേലിന് ദൈവത്തോടുള്ള ബന്ധത്തെ സാദൃശീകരിപ്പാനായിട്ടും പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവും അവിടുത്തെ സഭയുമായിട്ടുള്ള ബന്ധത്തെ സാദൃശീകരിപ്പാനായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന വിഷയം അവിടെ അവർക്ക് തമ്മിൽ അവരുടെ 2 പേരുടെയും ഇടയിൽ യാതൊരു റൈവൽസും പാടില്ല. ഒരാളുടെ സ്നേഹത്തെ അപഹരിക്കുന്ന അല്ലെങ്കിൽ മറ്റു വ്യക്തിയുടെ സ്നേഹത്തെ അപഹരിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ സ്നേഹത്തെ കവർന്നു കളയുന്ന യാതൊന്നും ഇടയിൽ വരാൻ പാടില്ല. ഞാനൊന്നുകൂടെ പറയട്ടെ, അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കണം. ഇത് അതിനോടുള്ള ബന്ധത്തിലല്ലെങ്കിലും ഞാനങ്ങ് പറയട്ടെ, കുറച്ച് കഴിയുമ്പം കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായി കഴിയുമ്പം ഈ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ സൈഡ് പിടിക്കാൻ തുടങ്ങും. നെവർ ഡൂ ദാറ്റ്. ദൈവം അതല്ല വിഭാവനം ചെയ്തേക്കുന്നത്. ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട്, അതിനിടയിൽ വേറെ ഒന്നുമില്ല. മക്കളൊക്കെ പിന്നീട് വരുന്നതാണ്. അതാ ഏറ്റവും പ്രധാനം. ഈ ബന്ധത്തെയാണ് ക്രിസ്തുവും തൻ്റെ സഭയുമായിട്ടുള്ള ബന്ധത്തിന് സാദൃശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിലുടനീളം പഴയ നിയമത്തിൽ ഇസ്രയേലിനും ദൈവത്തോടുമുള്ള ബന്ധവും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവും തൻ്റെ സഭയോടുള്ള ബന്ധവും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് അല്പം വിശദമായിട്ട് ചിന്തിച്ചു. കർത്താവിനോടുള്ള ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അല്പമായി ചിന്തിച്ചു. എന്നാൽ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം, അവൻ്റെ ഏറ്റവും ഫലപ്രദമായ തന്ത്രവും നമുക്കും നമ്മുടെ ആത്മമണവാളനുമിടയിൽ മറ്റ് ജാരന്മാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് പിശാച് ഫലപ്രദമായി ഉപയോഗിക്കുന്ന തന്ത്രം. കർത്താവിനോടുള്ളതാകുന്ന സ്നേഹത്തെ, കർത്താവിനോടുള്ളതാകുന്ന ഏകാഗ്രതയെ, കർത്താവിനോടുള്ളതാകുന്ന സമ്പൂർണമാകുന്ന സമർപ്പണത്തെ, ടോട്ടൽ അലീജിയൻസ്,
അതിനെ മാറ്റുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്യും. നമ്മുടെ കിച്ചണിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പം അത് തിളച്ച് തൂകിപ്പിച്ചിട്ട് പിശാചിന് വലിയ കാര്യമൊന്നും സാധിപ്പിക്കാനില്ല. നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായതുകൊണ്ടും വലിയ കുഴപ്പമൊന്നും വരാനില്ല. എന്നാൽ പിശാചിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? പിശാചിൻ്റെ ലക്ഷ്യം കർത്താവുമായിട്ടുള്ള നമ്മുടെ ഏകാഗ്രതയിൽ കുറവുണ്ടാക്കുക എന്നുള്ളത്. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ പലതിനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതവൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അവൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, പ്യുവർ ആൻഡ് സിൻസിയർ ഡിവോഷൻ ടു ക്രൈസ്റ്റ്. ആ ഡിവോഷനിൽ നിന്ന്, ആ ഏകാഗ്രതയിൽ നിന്ന് നമ്മെ പിന്മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് പൗലോസ് ഇവിടെ വിശദീകരിക്കുക. താൻ പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും മാറ്റുക എന്നുള്ളതാ പിശാചിൻ്റെ ലക്ഷ്യം. അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യമൊന്നുമില്ല. അതിൽ കുറഞ്ഞ ലക്ഷ്യമില്ല പിശാചിന്. നമ്മുടെ ചിന്ത പലപ്പോഴും നമുക്കൊരു തലവേദനയൊക്കെ തരുന്നതാ വലിയ പോരാട്ടം. അതൊന്നുമല്ല പോരാട്ടം, അതൊന്നും വലിയ വിഷയമേ അല്ല. പിന്നെ ഒരു തലവേദന വന്നാൽ കർത്താവിനെ പള്ളു പറയുമെന്നുണ്ടെങ്കിൽ അത് വരുത്തും, അത് വേറെ വിഷയം. അങ്ങനെയുള്ളവരാണ് നമ്മളെങ്കിൽ അത് തന്നെ വരുത്തും. തലവേദന വന്നാൽ ഉടനെ പിന്നെ ആത്മീയവും ഇല്ല, പിന്നെ സ്തോത്രവും ഇല്ല, പിന്നെ പാട്ടുമില്ല. ഒരുമാതിരി ബുദ്ധൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കാണാം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അത് പിശാച് കൊണ്ടുവരും. അതെയോ അനുവദിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പിശാചിൻ്റെ ഏറ്റവും പരമമാകുന്ന ലക്ഷ്യം എന്നുള്ളത് കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിൽ നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. നാം ആ സ്നേഹബന്ധം തുടരുന്നെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മാറ്റാൻ ആർക്കും കഴിയത്തില്ലെന്നും പൗലോസ് പറയുന്നുണ്ട്. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ വാഴ്ചകൾക്കോ ദൂതന്മാർക്കോ ഇതിനൊന്നിനും എന്ത് ചെയ്യത്തില്ല, കഴിയത്തുമില്ല. അപ്പോൾ ആ സ്നേഹച്ചങ്ങലയാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടവരാ. എന്നാൽ അതിന് കുറവ് വരുത്തുക എന്നുള്ളത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. അതിനവൻ ഉപയോഗിക്കുന്ന മാർഗം ഡിസപ്ഷൻ, ചതിവ്, വഞ്ചന. പിശാച് ഏറ്റവും ഡേഞ്ചറസ് ആയിരിക്കുന്നത് ഈ മേഖലയിലാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ വായിച്ചാൽ, നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകുന്നു. ഞാൻ പലപ്പോഴും അതിവിടെ ആവർത്തിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ ദൈവസഭ ഒന്നിച്ചു കൂട്ടിയാൽ അനുഭവിച്ച പീഡനങ്ങളെക്കാളും ഈ നൂറ്റാണ്ടിൽ ദൈവസഭ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 20 നൂറ്റാണ്ടുകൾ ചേർത്ത് വെച്ചാൽ കഴിയുന്നതിനേക്കാൾ, ഇത് ഞാൻ വളരെ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഞാൻ ഫാക്ട്സ്, അതിൻ്റെ വസ്തുതകൾ ചെക്ക് ചെയ്ത ശേഷമാണ് പറയുന്നത്, അല്ല ചുമ്മാ പറയില്ല. 20 നൂറ്റാണ്ടുകളിൽ ദൈവസഭ അനുഭവിച്ചതിനേക്കാളും വലിയ പീഡ ഈ സമയം കൊണ്ട്, ഈ ഒരു നൂറ്റാണ്ടിൽ അനുഭവിച്ച് തീർന്നു, ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുക. നിശ്ചയമായിട്ടും പീഡകളുടെ പുറകിൽ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ അവിടെയല്ല പിശാച് ഡേഞ്ചറസ് ആയിരിക്കുന്നത്. Satan is not so very dangerous when he let all the persecutions, all the tribulations against the church of God, ദൈവസഭയ്ക്കെതിരായിട്ട് സകല പീഡനങ്ങളെയും അഴിച്ചു വിടുമ്പോഴല്ല പിശാച് അവൻ്റെ മോസ്റ്റ് ഡേഞ്ചറസ് ഫോമിലായിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയാം, പിശാച് ഏറ്റവും ഡേഞ്ചറസ് ആയിരിക്കുന്നത് രോഗം വരുമ്പോഴല്ല, പീഡ വരുമ്പോഴല്ല, രക്തസാക്ഷികളായി നമ്മൾ മരിക്കേണ്ടി വരുമ്പോഴുമല്ല. അപ്പോഴല്ല പിശാച് ഡേഞ്ചറസ് ആയിരിക്കുന്നത്.
പിശാച് ഏറ്റവും അപകടകാരിയായിരിക്കുന്നത് അവൻ ചതിവും വഞ്ചനയിലും കൂടെ അനേകരെ ലോകസ്നേഹികളാക്കി ദൈവത്തെ വിട്ടുപോകുന്ന മാനസിക പിന്മാറ്റത്തിലുള്ള ഒത്തിരി പേരെ സഭയിൽ കൊണ്ടുവരുന്നിരുത്തുന്നതിൽ കൂടെയാ പിശാച് ഏറ്റവും ഡേഞ്ചറസ് ആയിരിക്കുന്നത്. They are here, ഇവിടെ ഉണ്ട്. പക്ഷെങ്കിൽ അവർക്ക് കർത്താവിനോട് സ്നേഹമില്ല, ഏകാഗ്രതയില്ല, മണവാളനും മണവാട്ടിയുമുള്ള ബന്ധം പോലെയുള്ള ഇൻറ്റിമസി ഇല്ല. ഇവിടെയാ പിശാച് വിജയിക്കുന്നത്. ഇവിടെയാണ് അവൻ ഏറ്റവും അപകടകാരി. ഇവിടെയാ പിശാച് അപകടകാരി, മറ്റേതല്ല. മറ്റേതൊന്നും ചെയ്യാനില്ല. കാരണം യേശു കർത്താവ് പറഞ്ഞതാ, ദേഹത്തെ കൊന്നിട്ട് നിങ്ങളുടെ ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ടെന്നാണ് പറഞ്ഞേ. വി ഡോണ്ട് ഹാവ് ടു ഫിയർ ഇറ്റ്. അൾട്ടിമേറ്റ്ലി മരണത്തെ ആത്യന്തികമായിട്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മരിച്ചാലും നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ലോകസ്നേഹികളായിട്ട് ജീവിച്ചിട്ട് നമ്മുടെ നിത്യത എന്താകും, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കർത്താവിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ലോകസ്നേഹമോ, രണ്ടിൽ ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോകസ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൽ പിശാച് അവൻ്റെ സകല തന്ത്രങ്ങളും ഉപയോഗിക്കും. അതിലേറ്റവും ഫലപ്രദമാകുന്ന തന്ത്രം അവൻ ചതിവും വഞ്ചനയും ഉപയോഗിക്കുമ്പോഴാണ്. ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന വസ്തുതയും ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചൈനയിലെ ദൈവസഭയെക്കുറിച്ച് ഞാൻ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ വായിക്കാറുള്ളത് കൊണ്ടാണ് ഞാനത് പലപ്പോഴും പറയാറുള്ളത്. ചൈനയിലെ സഭയിൽ അവർ ഒത്തിരി പേര് രക്തസാക്ഷികളായി തീരുന്നുണ്ട്, ഇപ്പോഴും രക്തസാക്ഷികളാകുന്നുണ്ട്. ഒത്തിരി പേർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം പത്രമാധ്യമങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തെ വളരെ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. ചൈനയിൽ കുറച്ച് ക്രിസ്ത്യാനികളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം അവർ കൂട്ടായ്മ കൂടിയത് കൊണ്ടല്ല. അതാണ് ഞാൻ പറയാൻ വരുന്നത്. പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ചൈനയിൽ കഴിഞ്ഞ വർഷം, നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ കാര്യം, അവർ തെറ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞ് സെഡീഷൻ കുറ്റം ആരോപിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ കാരണം, ഒരു ഗ്രൂപ്പുകാർ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കട്ടെ, ഒരു ഗ്രൂപ്പിലുള്ള ഒരു പ്രത്യേക ഇടത്തുള്ള കുറച്ച് ദൈവമക്കളെല്ലാം കൂടെ അവർക്ക് ആർക്കോ ഒരു വെളിപ്പാട് കിട്ടി. കർത്താവ് കഴിഞ്ഞ വർഷം, എനിക്ക് തോന്നുന്നു മെയ് ഏത് ദിവസമാണെന്ന് ഓർക്കുന്നില്ല, ആ ദിവസം വരാൻ പോകുന്നു, ഡൂംസ് ഡേ പ്രൊഫസി. നോക്കണം, അത് സംഭവിച്ചില്ല. ഒന്ന് ശ്രദ്ധിക്കണേ. ഈ വിശുദ്ധന്മാർ അവരുടെ ജീവൻ പണയപ്പെടുത്തി കർത്താവിന് വേണ്ടി നിന്നവരാ. പക്ഷെ എവിടെ പരാജയപ്പെട്ടു? അവർ വഞ്ചിക്കപ്പെട്ടു പോയി. അപ്പം നിങ്ങൾ പറ, പീഡനമാണോ സഭയെ തളർത്തുന്നത്, അതോ പൈശാചികൻ്റെ വഞ്ചനയാണോ തകർത്തുന്നത്? ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ, നിശ്ചയമായിട്ടും പിശാചിൻ്റെ ചതിയാണ് നമുക്ക് ഏറ്റവും അപകടകരമായിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കർത്താവിനോടുള്ളതാകുന്ന പ്യുവർ ആൻഡ് സിൻസിയർ ഡിവോഷനിൽ നിന്ന് അതിൽ നിന്ന് നമ്മളെ വഷളാക്കുന്നത് നേരിട്ടുള്ളതാകുന്ന ഒരു ആക്രമണത്തിലൂടെ അല്ല എന്ന് പൗലോസ് തുടർന്ന് പറയുകയാണ്. ശ്രദ്ധിക്കണേ, ആ വേദഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പൗലോസ് പറയുക, ഹവ്വയെ ഉപായത്താൽ സർപ്പം ചതിച്ചതുപോലെ. അപ്പം നേരിട്ടുള്ളതാകുന്ന ആക്രമണമല്ല, പിന്നെ ഉപായം പ്രയോഗിച്ചു. അതുപോലെ നിങ്ങളിലും ഉപായം പ്രയോഗിച്ച് നിങ്ങളെയും ഡിസീവ് ചെയ്ത് ക്രിസ്തുവിനോടുള്ളതാകുന്ന ഏകാഗ്രതയും നിർമ്മലതയും
നിങ്ങളിൽ നിന്നും വഷളാക്കി തീർക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന മാർഗം എന്തെന്ന് പൗലോസ് പറയുകയാണ്. ഏദൻ തോട്ടത്തിൽ പിശാച് ഉപായം പ്രയോഗിച്ച് ഹൗവയെ വഞ്ചിച്ചെങ്കിൽ, പുതിയ നിയമകാലത്ത് വിശുദ്ധന്മാരെയും വഞ്ചിക്കുന്നത് എങ്ങനെയാണ് പൗലോസ് വിശദീകരിക്കുന്നു. പൗലോസ് പറയുകയാണ്, വേറെ ഒരു യേശു. പിന്നെ വായിച്ചു, മറ്റൊരു യേശു, പിന്നെ വേറെ ആത്മാവ്, വേറെ സുവിശേഷം. നോക്കിയാണ്, അപ്പൊ ഉപായത്തിലൂടെ, ചതിവിലൂടെ ഇവരെ വഷളാക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന മാർഗം എന്തെന്ന് പൗലോസ് വിശദീകരിക്കുക. വേറെ ഒരു യേശു, വേറെ ഒരു ആത്മാവ്, വേറെ ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു എന്ന് തോന്നത്തക്ക ഒരു യേശു ഒറ്റ നോട്ടത്തിന് കണ്ടാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷകന്മാര് വരച്ചിട്ടിരിക്കുന്ന ആ ചിത്രമാണെന്ന് തോന്നും. പക്ഷെ സൂക്ഷ്മ പരിശോധനയിലെ മനസ്സിലാകാൻ കഴിയത്തുള്ളൂ അതല്ല പടം, വേറെയാ. അപ്പോ സുവിശേഷത്തിൽ വെളിപ്പെട്ടു വന്ന യേശുവിനോട് തുല്യമായ സമാനതകളുള്ള ഒന്നുകൊണ്ടേ കബളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? 2, വേദപുസ്തകത്തിലുള്ള ദൈവമക്കളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ ആത്മാവിനെ പോലെ മട്ടിലും ഭാവത്തിലും തോന്നലുണ്ടാക്കുന്ന ഒരാത്മാവ്. പിന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷം പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വേറെ ഒരു സുവിശേഷം. നോക്കണേ, അപ്പോൾ ഉപായം പ്രയോഗിക്കണമെങ്കിൽ നേരെ വിപരീതമാകുന്ന ഒന്ന് കൊണ്ടുവന്ന് കളിപ്പിക്കാനൊക്കെയല്ല. യേശു കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റിട്ടില്ലെന്നും യേശു കർത്താവ് ദൈവമല്ലെന്നും ഒക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ വില പോകുകയില്ലെന്നാ എൻ്റെ ചിന്ത. പിന്നെ നമ്മളുടെ അങ്ങനെ പറഞ്ഞാലും നമ്മളാരും അറിയത്തേ ഇല്ല. ഹല്ലേലൂയ പറയുന്നതൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. കാരണം പള്ളി പറയുന്നത് ആര് കെയർ ചെയ്യുന്നു? ഹൂ കെയേഴ്സ്? പള്ളി പറയുന്നത് അവിടെ പറയും. എന്നാൽ അനേകരെ വഞ്ചിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? യേശുവിനോട് സമാനതകളുള്ള ഒരു യേശു, വേറെ യേശു. ഇതൊന്നും ഞാൻ പറയുന്നതല്ലേ എൻ്റെ പ്രിയരെ, ഇതൊക്കെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. വേറെ ഒരു യേശു, വേറെ ഒരു ആത്മാവ്, വേറൊരു സുവിശേഷം. അപ്പോൾ വേറെ ആത്മാവും വേറെ യേശും വേറെ സുവിശേഷവും കൊണ്ട് തന്നെ മാത്രമേ നമ്മെ ചതിക്കാനൊക്കത്തുള്ളൂ. ഇതിൻ്റെ ഘടകവിരുദ്ധമാകുന്ന ഒന്നും കൊണ്ട് വന്നാൽ ചതിവ് നടക്കുമോ? നടക്കുകയില്ല. അത് ചതിവാന്ന് നമുക്കറിയാം. ഇതിന് നേരെ വിപരീതമായിട്ടൊന്ന് പറഞ്ഞാൽ അവിടെ ചതിവ് നടക്കുമോ? ശ്രദ്ധിക്കണേ, നമ്മൾ പറയുന്നേ. കാരണം ഇതിൻ്റെ കച്ചവടക്കാർ പറയുന്നത് എന്നാണെന്നറിയോ? അവർ പറയുന്നത് വിധിക്കല്ലെന്നൊക്കെയാ. വിധിക്കല്ലെന്ന് എന്തിനാ കർത്താവ് പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വിധിച്ചില്ലേ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഹൗ ഡു യു നോ വെദർ ഹി ഈസ് എ ഫോൾസ് പ്രോഫറ്റ് ഇഫ് യു ഡോണ്ട് യൂസ് യുവർ ഫാക്കൽറ്റീസ്? നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ആ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ, പരിജ്ഞാനം ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പറയുന്നത് എന്നാണെന്നറിയോ? വിധിക്കല്ലോ, അത് നമ്മൾ എന്തിനാ അതൊക്കെ വിധിക്കാൻ പോകുന്നത്? നോ, അങ്ങനൊന്നും അല്ല. അത് വേറൊരു വഞ്ചനയാണ്. പിന്നെ അഭിഷക്തന്മാരെ ഒന്നും ചോദ്യം ചെയ്യല്ലോ കേട്ടോ, അത് അതിനേക്കാളും വലിയ വഞ്ചനയാണ്. അങ്ങനൊന്നുമല്ല. ശ്രീമാൻ പൗലോസ് പ്രസംഗിച്ചതിനെ
വിശകലനം ചെയ്തവരെ കുറിച്ച് എഴുതിയേക്കുന്നത് അവർ ഉത്തമന്മാരായിരുന്നെന്നാ അല്ലേ എഴുതിയേക്കുന്നേ? അങ്ങനെ എഴുതിയേക്കുന്നേ. അപ്പൊ ചോദ്യം ചെയ്യലെന്നൊക്കെ പറയുന്നത് ഒരു വഞ്ചനയുടെ ഭാഗം കേട്ടോ. ചോദ്യം ചെയ്യണം. ഇന്നീ പറയുന്നത് എന്തേലും പുസ്തകത്തിന് ഒക്കുന്നില്ലെങ്കിൽ ചോദ്യം ചെയ്തോണം പുറത്തിറങ്ങുമ്പോൾ. ഇവിടെ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രിയരെ, വഞ്ചിക്കാൻ പിശാച് ഉപയോഗിക്കുന്നത് സിമിലറായിട്ടുള്ള കാര്യം വെച്ച്, അല്ലാതെ അതിന് നേരെ വിരുദ്ധമാകുന്ന ഒന്നുകൊണ്ടല്ല. അത് വ്യക്തമാകണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് വാക്യം കൊണ്ടൊന്ന് സ്ഥാപിക്കട്ടെ. അതേ അധ്യായം തന്നെ അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സാത്താൻ താനും, അപ്പൊ സാത്താനായിട്ട് ഇങ്ങോട്ട് വന്നാൽ അവന് നമ്മെ വഞ്ചിക്കാനൊക്കെയല്ല. പക്ഷെ സാത്താന് ഒരു വെള്ളമൊക്കെ ഉടുപ്പിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ കഴിയും? വഞ്ചിക്കാൻ കഴിയും. നമ്മൾ ഈ കോമിക്കിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനൊരു ആരോ ഉള്ളൊരു വാലും ഒരു കുന്തോ ഒരു ഊശാൻ താടിയൊക്കെ വെച്ച് ഒരു മൊട്ടത്തലയും വെച്ച് ഇങ്ങോട്ട് വന്നാൽ ആരെങ്കിലും ഇവിടെ കയറ്റുമോ? കയറ്റുകയല്ല. എന്നാൽ ഏഞ്ചൽ ഓഫ് ലൈറ്റിൻ്റെ വേഷം ധരിച്ചു വന്നാൽ നമ്മൾ അറിയത്തില്ല. അയ്യോ പ്രൈസ് ദി ലോർഡ്, വന്നാട്ടെ, ഇരുന്നാട്ടെ, പ്രസംഗിച്ചാട്ടെ. കാര്യം എന്താ? വി ഡോണ്ട് റിയലൈസ് ദാറ്റ്. അതാ വഞ്ചന. അങ്ങനെ വഞ്ചിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ദൈവജനത്തിന് ഡിസേൺമെൻ്റ് ആവശ്യമായിരിക്കുന്നത്. C.H. സ്പർജൻ ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിങ്ങനെയാണ്: ഡിസേൺമെൻറ്റ് ഈസ് നോട്ട് knowing the difference between right and wrong. Discernment is rather knowing the difference between the right and almost right. വിവേചനം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തിരിച്ചറിയുന്നതല്ല വിവേചനം. തെറ്റ് പറഞ്ഞാൽ പെട്ടെന്നറിയാം. വിവേചനം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരി പറയുന്നതും ശരിയായത് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതാണ് വിവേചനം. മനസ്സിലായോ? ഏറെക്കുറെ ശരി പറഞ്ഞേച്ചു പോയാൽ അതിനകത്തെ ക്യാച്ച് എന്തെന്ന് വിശകലനം ചെയ്യാൻ തക്കവണ്ണം കഴിയുന്ന വരമാണ് വിവേചനവരം. അതാ നമുക്ക് ആവശ്യം, അതാ ദൈവസഭയ്ക്ക് ആവശ്യം. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ കള്ളനോട്ടുകൾ നമുക്കറിയത്തില്ല, നമ്മുടെയൊക്കെ കയ്യിലൊക്കെ എത്ര കയറി ഇറങ്ങി കാണും ഇല്ലേ? പാകിസ്ഥാനിലൊക്കെ അടിക്കുന്ന ഒറിജിനലിനെ നാസിക്കിൽ സെക്യൂരിറ്റി പ്രസിൽ അടിക്കുന്നതിനേക്കാളും ഒറിജിനലാണെന്നാണ് പറയുന്നത്. എത്ര എണ്ണം കയറിപ്പോയി കാണും, അറിയത്തേയില്ല. എന്നാൽ അവിടെ ബോംബെയിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന നോട്ടുണ്ട്. അത് കണ്ടാലും നല്ല നോട്ടാന്ന്, പക്ഷേ എടുത്ത് നോക്കുമ്പോഴാണ് ഒരു വശത്തെ മാത്രമേ അത് കാണത്തുള്ളൂ. അതുകൊണ്ട് ആരെയും കളിപ്പിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ആരെയും കബളിപ്പിക്കണമെങ്കിൽ അതുകൊണ്ട് പറ്റുകയില്ല. കാരണം അത് ഒരു വശം കാണുമ്പോൾ തോന്നിയാലും മറിച്ച് നോക്കുമ്പോൾ അറിയാം അത് നോട്ടല്ലെന്ന്. എന്നാൽ കബളിപ്പിക്കാൻ കഴിയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലത്തടിച്ചതാകുന്ന നോട്ട് കൊണ്ട് കബളിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് പലതും മേടിക്കുകയും ചെയ്യാം. ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ നോട്ട് കൊണ്ട് നമ്മൾ പോയി പെട്രോൾ പമ്പിൽ കൊടുത്തു, അവിടുന്ന് പെട്രോൾ അടിച്ചു, ബാക്കി ചില്ലറ കിട്ടി, നമ്മളറിയുന്നേ ഇല്ല. അവനത് പച്ചക്കറിക്കാരന് കൊടുത്തു, അവൻ അതുകൊണ്ട് ഹോൾസെയിലിൽ പോയി അത് മേടിച്ചു. ഒടുവിൽ ഇങ്ങനെ കറങ്ങി ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് ഇത് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നീല ലൈറ്റിൻ്റെ കീഴെ വെച്ച് നോക്കിയപ്പം മനസ്സിലായി ഇത് കള്ളനാണ്. ഉടനെ അവർ പറഞ്ഞു ഇത് കീറിക്കളയാൻ പോകാം. നോ അത് പറ്റുകയില്ല. ഉടനെ ബാങ്കിൽ ഇരിക്കുന്ന ക്ലർക്ക് എന്നാ പറയുന്നത്, പറ്റുകയില്ലേ, വേണ്ട, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാം എന്ന് പറയും. ഉടനെ പറയാം എന്നാലും വേണ്ടിയില്ല, കീറിക്കളയും. കാരണം എന്നാ? അപ്പം നമ്മൾ പറയും അതുകൊണ്ട് പെട്രോൾ അടിച്ചതാ, അതുകൊണ്ട് പച്ചക്കറി മേടിച്ചതാ, അതുകൊണ്ട് ഒത്തിരി കാര്യം ചെയ്തതാ. എൻ്റെ അനുഭവമാണേ അത്.
ഇങ്ങനെ പറയും. അവിടെ പ്രസംഗിച്ച യേശുവിനെ കൊണ്ട് ക്യാൻസർ രോഗി സൗഖ്യമായെന്നൊക്കെയാ പറയുന്നേ. പിന്നെ ചെകിടൻ കണ്ടെന്നും പറയുന്നു, കുരുടൻ കേട്ടെന്നും പറയുന്നു. ഇതൊക്കെ സംഭവിച്ചില്ലേ? ഞങ്ങളുടെ അനുഭവമായത്. അതിനേക്കാൾ നല്ല റിയൽ മിറക്കിൾ നടക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. പ്രിയരെ, ആ അനുഭവം ഉള്ളത് കൊണ്ടൊന്നും അത് ശരിയാകണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വേദപുസ്തകത്തിലെ യേശു ആണോ പ്രസംഗിക്കപ്പെടുന്നത്? അതാ വിഷയം. വേദപുസ്തകത്തിലെ യേശു ആണോ? നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് കൊണ്ടല്ല നമ്മളൊരു കാര്യത്തെ വിലയിരുത്തേണ്ടത്. ദൈവവചനത്തിൻ്റെ നിലനിൽക്കുന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങളെ വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടേതാകുന്ന സ്വകാര്യ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നിനെയും വിലയിരുത്തി വഞ്ചിക്കപ്പെട്ടു പോകരുത്. അത് അബദ്ധമാണ്. നാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും നാം മാറിപ്പോകും. പൗലോസ് പ്രസംഗിച്ച യേശു എന്തെന്നൊക്കെയുള്ളത് നമുക്കറിയാം. അതിൻ്റെ 13:4 പൗലോസ് ഇങ്ങനെ പറയുന്നു: ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയിൽ ജീവിക്കുന്നു. 1 കൊരിന്ത്യർ 1:23 ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ യേശുവിൻ്റെ ഒരു സവിശേഷത എന്താ? ഈ യേശുവിൻ്റെ സവിശേഷത വേറൊന്നുമല്ല. ഈ യേശുവിൻ്റെ സവിശേഷത നമ്മളെ മടിയന്മാരാക്കി, അലസന്മാരാക്കി, നമുക്കെപ്പോഴും പരാതി പറയുമ്പോൾ അത് ചെയ്തു തരുന്ന യേശുവിനെ അല്ല സുവിശേഷങ്ങളിൽ കാണുന്നത്. ഞാൻ ജീവൻ തരാം, എൻ്റെ അടുക്കൽ വാ, എന്നാൽ നിങ്ങളുടെ പ്രാണന്, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. എൻ്റെ മുഖം ആ ചുമലിലോട്ട് വെക്ക്, കഴുത്തേലോട്ട് വെക്ക്, എന്നിട്ട് എന്നെ അനുഗമിക്ക്, എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്ക്. ഇത് പറയാത്ത ഒരു യേശു അല്ല സുവിശേഷത്തിലെ യേശു. ഇതില്ലാത്ത സുവിശേഷം സുവിശേഷമല്ല. ഇത് പറയാത്ത യേശു യേശു അല്ല. കം ആൻഡ് ടേക്ക് അപ്പ് മൈ ക്രോസ് ആൻഡ് ഫോളോ മീ. ഇതാണോ കേൾക്കുന്നത്? ആണെങ്കിൽ അത് സത്യ. ഇതല്ലയോ അത് ഭോഷ്ക. ഇതല്ലെങ്കിൽ അവിടെ അത് ഭോഷ്ക. വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? വേറെ ഒരു യേശു, വേറൊരു സുവിശേഷം, വേറെ ഒരു ആത്മാവ്. പൗലോസ് അതുകൊണ്ടാണ് ഗലാത്യർ 3:2 ചോദിക്കുന്നത്: നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ആ വിഷയങ്ങളെ അല്പം കൂടെ വിശദീകരിക്കട്ടെ. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ പരിമിതമാകുന്ന സമയത്തിനുള്ളിൽ. ഒന്ന്, നമ്മളെങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്, ഏതെല്ലാം വിധങ്ങളിലാണ്. 2, ഈ വഞ്ചന ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹൗ ആർ വി ഡിസീവ്ഡ് ആൻഡ് ഹൗ ടു ഗാർഡ് അഗെൻസ്റ്റ് ഡിസെപ്ഷൻ. നമ്മൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്? നമുക്കറിയാം, ലോകവും ജഡവും പിശാചും നമുക്കെതിരാണ്. ഒരു ദൈവപൈതലിന് ഇത് 3ഉം എതിരാണ്. അപ്പോൾ അതിനെ ഒന്ന് വിശദീകരിച്ചാൽ ഇങ്ങനെ പറയാൻ കഴിയും: പിശാച് നമ്മളെ വഞ്ചിക്കും. അവൻ നേരിട്ട് വഞ്ചിക്കും. അതുകൂടാതെ അവൻ ഉപയോഗിക്കുന്ന വേറെ 2 മാർഗങ്ങളൂടെ ഉണ്ട്. അത് മറ്റുള്ളവരിൽ കൂടെ നമ്മളെ വഞ്ചിക്കും. പിശാച് നേരിട്ട് നമ്മളെ വഞ്ചിക്കും, പിന്നെ മറ്റുള്ളവരിൽ കൂടെ നമ്മളെ വഞ്ചിക്കും. 3, നമ്മൾ നമ്മെ തന്നെ വഞ്ചിക്കും.